ഏയ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്നാ ഉണ്ട്, സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഞാൻ വലിയ സുഖത്തിലൊന്നും അല്ല, ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എന്നാ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? അടിപൊളിക്കുന്നുണ്ടോ? എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കുന്നില്ല, അത് തന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഖത്തറിലാണ്. ഖത്തറിൽ ചെറിയ പരിപാടിയായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വലിയ പണിയൊന്നുമില്ല, തടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു. ഓക്കെ, സോ ബേസിക്കലി അതാണ് കാര്യം. അല്ല, ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ, അപ്പോൾ ഇന്ന് ലീവാ. പുറത്തൊക്കെ ഒന്ന് പോയി ജസ്റ്റ് കറങ്ങി അടിച്ചിട്ട് വരാം എന്നുള്ളൊരു ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പോൾ കുറച്ച് നാളായി എന്തെങ്കിലും വ്ളോഗ് കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ട്. ഐ തിങ്ക് ലാസ്റ്റ് ഞാൻ വ്ളോഗ് ഇടുന്നത് എനിക്ക് തോന്നുന്നു ബഹറിന് വെച്ചാണ് അല്ലേ. സോ അതിനുശേഷം ഇന്നാണ് എനിക്കൊന്ന് വ്ളോഗ് ഇടാനായിട്ടുള്ളൊരു ആക്ച്വലി മൈൻഡൊന്നും ഇല്ല, ജസ്റ്റ് ബോറടിച്ച് ഇങ്ങനെ തെറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുകയാണ്. ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒന്ന് വ്ളോഗ് ഇടാൻ, കുറച്ച് നാളായില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട്, എന്നാൽ പിന്നെ ഇന്നങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ഇപ്പം രാവിലെ സമയം എനിക്ക് തോന്നുന്നൊരു 6:18, ഫ്രഷായി ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോകണം. ആക്ച്വലി ഞാൻ ഉറങ്ങിയില്ല ഇന്നലെ, ഉറക്കം ശരിയായില്ല, അതിൻ്റെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാണിക്കാൻ എനിക്ക് ലൈക്ക് എൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ ഒരുമാതിരി ബ്ലിങ്കിഷ്യ പോലെ ഇരിക്കുന്നത്, അതാണ്. ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചേരം കൂടി ഒന്ന് കിടന്ന് ഒന്ന് ഫ്രഷ് ഒന്ന് റെഡി ആയിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി അടുത്തൊക്കെ എന്തൊക്കെ ഷോപ്പാണ്, എന്തൊക്കെയാണ് കാണാനുള്ളത്. അതേപോലെ ഞാൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ ലൈക്ക് ചുമ്മാ പോയിരിക്കും. അവിടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ആക്കിയെടുത്തു. അപ്പം ഞാൻ 2-3 ഷോപ്പുകളും നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ, വിശ്വസിച്ച് സാധനം എടുക്കാൻ പറ്റുന്ന 2-3 ഷോപ്പ്. അപ്പോൾ ഇതൊക്കെയാണ്, ഖത്തറിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മിക്കവാറും ഇന്നൊരു നല്ല ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും, അതിന് ഉള്ള ഫുൾ പോസിബിലിറ്റീസും കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ ലെറ്റ്സ് ട്രൈ. എങ്ങനെ പോകും, എങ്ങനെ ആയിരിക്കും, എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ബിക്കോസ് ഞാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, പ്ലാൻ ചെയ്തിട്ട് അത് വർക്കൗട്ട് ആവത്തില്ല എന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ പ്ലാൻ കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ ഒരു മെൻഷൻ ചെയ്യാനുണ്ട്, സംഭവം ഒരു മെൻഷൻ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കിക്കിൽ ലൈവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ, ഞാൻ അവിടെ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പം നിങ്ങൾ ആരെങ്കിലും കിക്കിൽ കയറി മല്ലൂസ് വീഡിയോസോ എന്തെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് മൈ പേജ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒന്ന് പോയി അവിടെ ഒന്ന് ഫോളോ ബട്ടൺ ഒന്ന് അടിച്ചിട്ട് ഇനി ഇറങ്ങിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അവിടെ ഒന്ന് ചെന്ന് ഒന്ന് ഫോളോ അടിക്കുക. അതുപോലെ ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്ന നിർത്തുന്നുണ്ടല്ലോ, അവിടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്, അത് നോക്കാൻ വെച്ചേക്കുന്നതല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴേലും വീഡിയോ ഇടുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് കാണാം. അപ്പോ ഗൈസ്, കളിക്ക് പറയല്ല, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 3 o'clock അല്ലെങ്കിൽ ഒരു 2 o'clock 3 o'clock ആ ടൈമിൽ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാം. ഞാൻ അവസരം എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇന്നലെ കുറച്ച് പണിയുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ചെറിയ പണിയൊക്കെ തന്ന് അങ്ങനെ കുറച്ച് പണിയായി ഇരിക്കും. പണിയൊക്കെ കിട്ടി, ലാപ്പിന് കുറച്ച് പണിയൊക്കെ കിട്ടി. ഞാൻ ലൈവ് പോകുന്നത് ലാപ്പിലല്ല, ഞാൻ ഫോണിലാണ് പോകുന്നത്, അതൊന്ന് ഓർമ്മ വെച്ചേക്കണം. ബിക്കോസ് ഞാൻ സ്ട്രീം ചെയ്യുന്ന സമയത്ത് ക്യാമറ വെച്ചിട്ടില്ല, എന്നെ കാണത്തില്ല, എൻ്റെ ഗെയിം പ്ലേ മാത്രം കാണാം, അല്ലാണ്ട് വേറെ ഒന്നും കാണത്തില്ല. പിന്നെ IRL സ്ട്രീം ചിലപ്പോഴേ പോകത്തുള്ളൂ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അവിടെ കാണാൻ പറ്റും. IRL സ്ട്രീമും കാര്യങ്ങളെല്ലാം ഞാൻ ഇടും, ഫ്യൂച്ചറിൽ ഞാൻ ഇടും. ഓക്കെ, പിന്നെയും കുറേ ഗുഡ് ന്യൂസുകളും വരുന്നുണ്ട്. സൂൺ ഞാൻ അതും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴേ അല്ല, കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്, ടൈം ആയിട്ടില്ല അതിനൊന്നും. അപ്പോൾ
അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ, കുറച്ച് ഡിലേ ആയിപ്പോയി ഉറങ്ങാൻ. കുറച്ചല്ല, ആക്ച്വലി ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. രാത്രി മൊത്തം ഫോണിൽ കുത്തിയിരുന്ന് സിനിമ കണ്ട് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇരുന്ന് ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നാളെ വല്ല വർക്കിംഗ് ഡേ വല്ല ആയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയായിരുന്നു. എൻ്റെ അമ്മേ, എൻ്റെ ദൈവം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും, ഞാൻ എന്താ ഫോട്ടോ എടുക്കാത്തത്, ഞാൻ എന്താ അവിടെ പോവാത്തത്, ഞാൻ എന്താ ഫോട്ടോ എടുക്കാൻ പോവാത്തത് എന്നുള്ളൊരു ചോദ്യം വേണ്ട. ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല കണ്ടിന്യൂസ്ലി ഇപ്പം. അതുകൊണ്ട് തന്നെ ടച്ചൊന്നും വിട്ടുപോയിട്ടില്ല. ടച്ചൊക്കെ ഇപ്പോഴും ഉണ്ട്. ആശാൻ തന്നെയാണ്, ഇപ്പോഴും ബേസിക്കലി പോയിട്ടില്ല. അപ്പോൾ ആശാൻ അങ്ങനെ തന്നെ ആയിക്കട്ടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വർക്കൊന്നുമില്ല. ബേസിക്കലി എനിക്കങ്ങനെ ചെയ്യാനുള്ള വർക്കുമില്ല, മൂഡുമില്ല. അതാണ് കാര്യം. ഇത് അതല്ല. അപ്പോൾ പോലെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ലാപ്ടോപ്പ് ഒന്ന് കാണിക്കാം നിങ്ങളെ. പലക ഒന്ന് എടുത്തോട്ടെ. പലക എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ സാധനം. ഇത് മൊത്തത്തിൽ ഇന്നലെ അഴിച്ചില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. പുറമെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അകത്ത് ലൈക്ക് കീബോർഡ് അങ്ങനെയുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഇത് ഒന്ന് പണി കിട്ടി. അപ്പോൾ ഞാൻ കൊണ്ടുപോയി അവരെ കാണിച്ചു, അവർ ശരിയാക്കി തന്നു. അപ്പോൾ അവിടെ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഷോപ്പ് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഖത്തറിലുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു വിസിറ്റ് സം ഷോപ്സ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എത്ര ദൂരമാണെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. സോ ഒരു ഉച്ച കഴിഞ്ഞ് കിടക്കാം. ഇപ്പം ഞാൻ എന്തായാലും ഒന്ന് കുറച്ച് നേരം കിടക്കട്ടെ. ഉറക്കമൊന്നും വരുന്നില്ല, എന്തോ ഒരു ക്ഷീണം പോലെ, എന്താണെന്നറിയത്തില്ല. എന്തായാലും അത് ഒന്ന് സെറ്റാക്കണം. പിന്നെ വേറെ എന്താ എനിക്ക് പറയാനുള്ള. അപ്പോൾ ഇതൊക്കെയുള്ളൂ. പിന്നെ കുറച്ച് നാളായില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കാണുന്നത്. വെറുതെ അവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ വ്ളോഗ് ഒന്ന് കാണാൻ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ഒന്ന് ഇടും. അപ്പോൾ എനിക്ക് കുറച്ച് അതൊന്ന് ശരിയാക്കി എടുക്കാനെങ്കിൽ പറ്റുമല്ലോ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക്. ബഹറിനിലേക്ക് ഞാൻ ഇപ്പോഴേ പോകുന്നില്ല, അവർക്ക് തന്നെ വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല. എന്നെ ആർക്കും വേണ്ട. ഞാനിങ്ങനെ ഓടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ മാൻ. ഓക്കെ, അത് ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. എനിക്കങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടും, അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാൻ നിൽക്കില്ല. പലരും ഉണ്ട് ചോദിക്കാൻ വരുന്നവരും. അതേപോലെ എൻ്റെ കൂട്ടുകാരൻ ഒരുത്തനുമുണ്ട്. അവനോട് ഞാൻ പ്രത്യേകം പറയുവാണ്, എടാ എനിക്കങ്ങനെ ആരുമില്ല കേട്ടല്ലോ. നിനക്ക് തന്നെ അറിയാം എനിക്ക് ആരുമില്ല എന്നുള്ളത്. അതുകൊണ്ട് മൈൻഡ് ഇട്ടോ. ഓക്കെ, വന്ന് അവിടെ കാണാൻ വല്ല മെസ്സേജ് വല്ലതും ഇട്ടാ നിന്നെ ഞാൻ ആദ്യം തന്നെ. അപ്പോൾ നീ കാണുന്നുണ്ടെന്നും എനിക്കറിയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ന്. ഇപ്പം ഇങ്ങനെ പോട്ടെ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഷോപ്പും ഞാൻ പരിചയപ്പെടുത്തി തരാം. 2-3 ഷോപ്പുണ്ട്. കുറച്ച് നല്ലത്, കുറച്ച് ഓക്കെയാ എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഷോപ്പുകളാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ ലൈവ് നിങ്ങൾ മറക്കല്ലേ, ഡു വാച്ച് ഇറ്റ്. അപ്പോൾ എൻ്റെ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഒന്ന് അതിനകത്ത് കയറിയിട്ട് ഒന്ന് ഫോളോ അടിച്ചു വെക്കുക. ഓക്കെ, പ്ലീസ് ഹെൽപ്പ് മീ ടു ഗ്രോ പ്ലീസ്. ഒരു സ്ട്രീമർ ഇങ്ങനെ വളർന്നു വരുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലാതെ എനിക്കറിയാം. എന്നാലും നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും. ഏത് അവിടെ പോയിട്ട് അത് ഫോളോ അടിക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയത്തുള്ളൂ. മൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, അതേപോലെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ വ്ളോഗ് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യണമെന്ന്. അത് വലിയൊരു കുരിശായിട്ടിരിക്കുകയാണ്. ബിക്കോസ് എൻ്റെ ലാപ്ടോപ്പിൽ മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കിടക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി സീനായിട്ടിരിക്കുക സത്യത്തിൽ. ഫോണൊക്കെ അടിച്ചു പോയായിരുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത്.
പിന്നെ എല്ലാം ശരിയാക്കി എടുത്തപ്പോഴത്തേക്കിന് ടൈം എടുത്തു നല്ല രീതിക്ക്. അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇൻസ്റ്റ കയറി ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ട് പോയത്. ഇൻസ്റ്റയിൽ ജിമ്മിലൊക്കെ പോകുന്ന വീഡിയോസൊക്കെ കിടപ്പുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡി യൂട്യൂബിനകത്ത് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ചെക്ക് മൈ ചാനൽ, ഐ മീൻ ലൈക്ക് ചെക്ക് മൈ അക്കൗണ്ട്. എന്നാലേ അവിടെ എന്തെങ്കിലുമൊക്കെ കാണാം, എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും. അവിടെ പോയി നോക്കുക, ഒന്ന് ഫോളോ അടിച്ച് നോക്കുക, അവിടെ ഒന്ന് ഫോളോ അടിച്ച് നോക്കുക. സ്ഥിരമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടുന്നതായിരിക്കും അതിനകത്ത്. ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒന്നിനും ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുക. മിക്കവാറും ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഇന്ന് പോകത്തുമില്ല, ഇവിടെ തന്നെ ഇരിക്കുമായിരിക്കും. അങ്ങനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുക കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നില്ലേ? പടക്കമൊക്കെ പൊട്ടുന്നുണ്ടോ അവിടെയൊക്കെ? നാട്ടിലൊന്നും ഇല്ലെന്നറിയാം, ഇവിടെയൊക്കെ പടക്കം പൊട്ടുന്നുണ്ട്. ഇപ്പം ഇല്ല, കുറച്ച് ദിവസങ്ങൾ മുന്നേ കുറച്ച് പടക്കം പൊട്ടിയായിരുന്നു, ഒന്ന് പേടിച്ചായിരുന്നു. അതും വേണ്ട, എന്നെങ്ങാണ് ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഒക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഈ വ്ളോഗും കാണാൻ പറ്റൂല, ഒന്നും കാണാൻ പറ്റൂല. ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ചാർജെങ്കിലും തരും, അതുപോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. അതുകൊണ്ട് വേണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സോ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി, പടക്കം പൊട്ടി, പടക്കം ഫയർ വർക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. എഴുന്നേറ്റ് ഇവിടുന്ന് ഓടുന്നു, കഴപ്പൊന്നു, കടന്നു, കയറി വരുന്നു, അങ്ങനെയൊക്കെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഭയങ്കര നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും നല്ല സഹകരണമാണ്. ഒരാഴ്ചത്തെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബഹറിൽ നല്ല ഇഷ്യൂ ഉണ്ട്, കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ അതുപോലെ ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ആദ്യം ഒരു മൈക്ക് വാങ്ങിച്ചായിരുന്നു, ഒടിഞ്ഞു പോയി. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം അതങ്ങ് പോകും. ഏതാണ്ട് ഈ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ആയാലും അതെ. ഗൈസ്, പറഞ്ഞു വന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാങ്ങിച്ചു, ചാർജും ഇല്ല, വാങ്ങിച്ചിട്ട് സംഭവം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫോണെ കുത്തി വെക്കുന്ന സാധനം ഇതങ്ങ് ഊരിപ്പോയി. ഫോണേന്ന് അങ്ങ് ഊരിപ്പോയിട്ട് നേരെ ചെന്ന് വീണത് തറയിലോട്ട് ഇടിച്ചു കൂട്ടിയാണ് വീണേ. ഞാൻ അന്നേരം ഒരു വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ നിങ്ങളത് സാധനം കാണിച്ചല്ലോ, ലൈക്ക് എങ്ങനെ ഇരിക്കുന്നെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഞാൻ സംഭവം ഇരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഇത് പുതിയതാണ് കേട്ടോ, ഇതുപോലെ ഇരിക്കും. ഇത് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ കുത്തിയാലേ അറിയത്തുള്ളൂ, ലൈക്ക് സൗണ്ട് മൈക്കിൽ കൂടി സൗണ്ട് വരത്തുള്ളൂ. അത് നല്ല മൈക്കാ. ഇതും പുതിയത് വാങ്ങിച്ചത് നല്ല മൈക്കാ. ഇത് ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആണ്, അത് ഇച്ചിരി കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കാണ്. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് മൈക്ക്. അടിപൊളി മൈക്കുവാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, എനിക്കിന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തെ ആ സാധനം ഒടിഞ്ഞു പോയിട്ട് വേണ്ട, പുതിയ മൈക്ക് വാങ്ങിക്കേണ്ട എന്നുള്ള ഇതിലിങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ മൈക്ക് വാങ്ങിച്ചിട്ട് ഒരു മിനിറ്റ്, അപ്പോൾ മൈക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ഖത്തറിൽ വന്നതിന് ശേഷം അടുത്തുള്ള ഒരു കടയിൽ ഞാൻ പോയി ചെക്ക് ചെയ്തു. കുറച്ച് മൈക്ക് ഇരിക്കുന്ന കണ്ടു, കൊള്ളാം, കാണാൻ രസമുണ്ട്, നല്ല മൈക്ക്. പിന്നെ അപ്പോൾ കൊള്ളാം, നല്ല രസമുണ്ട്, കാണാനൊക്കെ രസമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതിനെ കണ്ടു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇതെടുത്തു. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ 3-4-5 ഫീച്ചേഴ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ സാധനം കുത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ലൈറ്റ് കത്തും. ഇവിടെ ലൈറ്റ് കത്തുമല്ല, ആക്ച്വലി നമ്മൾ
നമ്മൾ സംസാരിക്കുന്നത് ഇതിനകത്ത് റെക്കോർഡ് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളത് ഇതിനകത്ത് കാണിക്കും. സോ അത് ഇതിനകത്ത് ചെയ്യും. മൈക്കിൽ ഇതാണ് മൈക്ക് വരുന്നത്. ഇത് മറ്റേ വിസിബിളാണ്. ഇതിനകത്തെ കോമ്പൗണ്ട്സും കാര്യങ്ങളെല്ലാം വിസിബിളാണ്. സോ ഇതിൻ്റെ സൈഡിലൊരു USB ഇത് വരുന്നുണ്ട്, C ടൈപ്പ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് മൈക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ഹൗ ടു യൂസ് ദാറ്റ്, ബട്ട് എനിക്ക് തോന്നുന്നു അതങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ പിന്നെ ഇത് ഓൺ ആക്കുന്നതും കണക്ട് ചെയ്യുന്നതും ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ താഴെയുള്ള ഈ 2 എണ്ണം ദയവ് ചെയ്ത് നെക്കാൻ പോകരുത്. നെക്കി കഴിഞ്ഞാൽ പണിയാ. എനിക്ക് അബദ്ധം പറ്റി, അതുകൊണ്ടാണ് പറയുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് എടുത്തു. എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ വ്ളോഗിനകത്തൊക്കെ നോക്കി അത് മനസ്സിലാവും. വോയിസ് മറ്റേ ഞാൻ പാട്ട് പാടുന്ന പോലത്തെ ഇതിലൊക്കെ ആയി, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുറത്ത് കഴിയുമ്പോഴത്തേക്കിന് ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെ കയറും. ഈ നോയ്സ് ക്യാൻസലേഷനും ഉള്ള സാധനം കേട്ടോ. അതും നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതാണ്, ഇത് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതാണ്. ഇതിൽ ഭയങ്കര പണിയായി. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. സോ അതെനിക്കൊന്ന് ശരിയാക്കണം. പുറത്ത് പോകുമ്പോൾ എനിക്കത് ഉപയോഗിക്കണം. ഞാൻ ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രീം പ്ലാൻ ഉണ്ടായിരുന്നു, കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. തൽക്കാലത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം. ഇൻ ഫ്യൂച്ചർ ശരിയാക്കി എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ വരും, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വരും. എന്തെങ്കിലുമൊക്കെ കാണും, ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ കൂടെ ഞാനൊരു ട്രൈപോഡ് എടുത്തു കേട്ടോ. കൊള്ളാം, അടിപൊളിയാണ്. ഫോണിൻ്റെ ട്രൈപോഡാണ്. ക്യാമറ ട്രൈപോഡ് ഞാൻ വാങ്ങിക്കുന്നില്ല, മടുത്ത്. എവിടെയെല്ലാം കൊണ്ട് മറന്നു വെക്കും. അത് തന്നെയാണ് മെയിൻ കാര്യം. നാട്ടിൽ ഇരിപ്പുണ്ട്, ഒരു പീസ് നാട്ടിലും ഒരു പീസ് ബഹറിലും ഇരിപ്പുണ്ട്. സോ ട്രൈപോഡ് അങ്ങനെ ഇരിപ്പുണ്ട്. ക്യാമറ ഇവിടെ ഉണ്ട്. ക്യാമറ ഫോട്ടോ എടുക്കാനൊന്നും പോകാൻ എനിക്ക് ഇപ്പോൾ ഒന്നും താല്പര്യമില്ലാത്തതെന്ന് മാത്രമല്ല, ഇത് മൂടില്ല. പോയി, അതും പൊട്ടി. ഞാൻ ആദ്യം വിചാരിച്ചത് പൊട്ടിയെന്നും വിചാരിച്ചു, അതും വീണ് പൊട്ടിയെന്നും വിചാരിച്ചു. ഭാഗ്യം അതും പൊട്ടിയില്ല. പൊട്ടല്ലേ, എനിക്ക് വയ്യ. അടുത്തതും കൂടി വാങ്ങിക്കാൻ എൻ്റെ പൈസ ഇല്ല. ഇപ്പം 3ാമത്തെ മൈക്ക് വാങ്ങിക്കേണ്ട അവസ്ഥയായിരുന്നു തന്നെ. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ കണ്ടല്ലോ, എൻ്റെ അവസ്ഥ കണ്ടല്ലോ. വീണ് പോവുക, എവിടെയെങ്കിലൊക്കെ അങ്ങ് പോവും. പിന്നെ അതെല്ലാം ശരിയാക്കിയെടുക്കുമ്പം പറയുന്നില്ല, ഞാൻ നല്ല കുട്ടിയായി വരുക. എൻ്റെ വായിക്കുന്നതൊന്നും കേൾപ്പിക്കില്ലേ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോകുമ്പോൾ അതും കാണിക്കാം, അവിടുത്തെ വിശേഷങ്ങളും എല്ലാം കാണിക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ. സോ ഗൈസ്, ഞാൻ അവിടെ കടയിലെത്തി. അപ്പോൾ മൈക്ക് സെറ്റാകത്തില്ല. മൈക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം പറയാൻ പറ്റുമോ? മൈക്ക് പോയി അല്ലേ? മൈക്ക് പോയി. അപ്പോൾ പുതിയ മൈക്കും കൊണ്ട് മാത്രമേ ഇനിയും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഞാൻ പറയാൻ വന്നത് മറ്റേ 3 മണിക്ക് 2 മണിക്കൊക്കെ കണ്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3 മണിയായി. പിന്നെ ഇവിടുന്ന് ഇറങ്ങി ഇവിടെ വരെ വന്നപ്പോഴത്തേക്കിന് 4 മണിയായി. 4 മണി കഴിഞ്ഞിട്ട് ഞാൻ ലൈവൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ലൈവും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലായി പോയി സത്യം പറഞ്ഞ ഇപ്പം. അപ്പോൾ ഗൈസ്, ഇതാണ് കട. കടയുടെ വെളിയിൽ ഞാൻ പേരും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ വടിയും കോലുമായിട്ടൊക്കെ പോയി കഴിച്ചാൽ ആൾക്കാർ തല്ലി ഓടിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ട് ജസ്റ്റ് ഫോണുമായിട്ട് ഞാൻ പുറത്തൊക്കെ പോയി ഷോപ്പുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അടുത്തുള്ള ഷോപ്പുകൾ, പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. 5 മണിയായി കിടന്നുറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ 4:30. പിന്നെ ചൂട് ഉറങ്ങിയല്ലേ. അപ്പോൾ പിന്നെ രാവിലെ പോയി രാവിലെ ഇറങ്ങുന്നത് ശരിയല്ല മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഇറങ്ങിയത്. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ മൈക്കാണ്, അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിൽ. എന്തായാലും
ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഷോപ്പൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഷോപ്പിലെ മുതലാളിയുണ്ട്. മലയാളിയല്ല, ഇവിടുത്തെ ഒരു ആളാണ്. മലയാളി ഡ്യൂട്ടി തന്നെയാണ്. സ്വന്തം നാട്ടുകാരനാണ് കേട്ടോ, എന്നെ സ്വന്തം നാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ചെക്കപ്പാണ്. അപ്പോൾ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് നിങ്ങളുടെ പരിപാടികളൊക്കെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒക്കെ ഉള്ളത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. വീക്കെൻഡ്സ് അല്ലെങ്കിൽ ഈവനിങ് ഞാൻ ഇനി വരും. ഇവിടെ ഇന്ന് ഇരിക്കും, കുറച്ച് സുമാരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. വെറുതെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ വരും. അപ്പോൾ ഷോപ്പ് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, ഞാൻ പുറത്തോട്ട് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഷോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ റെഡി ആക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫോണിന്റെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. നിങ്ങൾ വിളിച്ചാൽ മതി. എല്ലാ കാര്യത്തിലും 24/7 ആൾക്കാരുണ്ട്. 24/7 ആൾക്കാർ കാണും. അപ്പോ അതൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾ വരിക, വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഇതിന് ഓപ്പോസിറ്റ് ഒരു കടയും കൂടെ ഉണ്ട്. ഞാൻ അവിടെ കൂടി കാണിച്ചു തരാം ജസ്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കണ്ടിന്യൂസ് വ്ലോഗിൽ വരും, ഇവിടെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ അവയില് എന്തൊക്കെയാണ് സാധനങ്ങൾ, എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. അതിന്റെ കൂടെ ഈവനിങ് ടൈം ഇപ്പൊ ഒരു 5:40. എനിക്കറിയത്തില്ല, ഇങ്ങനെ പോവാ. അപ്പോ സോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുക കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഇവിടെ ഇവര് ഡിസ്പ്ലേക്ക് ലൈക്ക് സെക്കൻഡ് ഹാൻഡ് ആണ്, പക്ഷെ നല്ല കുഴപ്പമില്ലാത്ത എല്ലാ ഐപാഡ് ആണെന്നുണ്ടെങ്കിലും ടാബുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫോണാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന 16 Pro Max ഉണ്ട്, 256 GB. അപ്പോൾ അതിന്റെ പ്രൈസ് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവര് എല്ലാം സെറ്റ് ചെയ്ത് തരും. പിന്നെ റിംഗ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഔട്ട്ഡോർ കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഷോപ്പിലോട്ട് വരുന്നതാണ്. ഷോപ്പില് കുറച്ച് ഐറ്റംസ്, അതായത് ഷോമിയുടെ ഉണ്ട്, വിവോയുടെ ഫോണുകൾ കാര്യങ്ങൾ, പിന്നെ എയർപോർട്സ്, ഫോണിന്റെ സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇവിടെ വരുന്നുണ്ട്. ഹെഡ്ഫോൺസ് നല്ല ഹെഡ്ഫോൺസ് ഒക്കെയാണ്. JBL ഉണ്ട്, സോണിയുടെ ഉണ്ട്, PlayStation ഉണ്ട്. ഇത് ഒറിജിനലാണ്. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഫോൺ കേസുകൾ കാര്യങ്ങൾ. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്സ് ഉണ്ട്, ഓക്സ് ടൈപ്പും ഉണ്ട്, പിന്നെ പവർ ബാങ്ക്സ് ഉണ്ട്, കേബിൾസ് കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാം ഉണ്ട്. ആക്സസറീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതാണ് ഷോപ്പ്. ഗൈസ്, നമുക്ക് റോഡൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് പുറത്ത് പോയി ജസ്റ്റ് അപ്പുറത്തെ കടയും കൂടെ ഒന്ന് കാണിച്ചു തരാം. സോ അപ്പുറത്തെ കട നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഓക്കെ, അവിടെ ഡ്രസ്സ്, പെർഫ്യൂംസ്, അങ്ങനെയുള്ള എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. സോ നിങ്ങൾ കാണാം, അതാണ് കട. ഇത് ഓൾഡ് എയർപോർട്ടിന്റെ ഏരിയ ആണ്. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ല. ഈ ഇവിടുത്തെ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഈ QIB ATMന്റെ അടുത്ത് തന്നെയാണ് ഇതിലെല്ലാം ഉള്ളത്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നും അവിടുത്തെ ഡ്രസ്സും സാധനങ്ങളും പിന്നെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഈ കടയിലെ പെർഫ്യൂമിന്റെ സെക്ഷൻ. അടുത്ത ആളും വന്നിട്ടുണ്ട്. അപ്പോ അതെ, അപ്പോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ, കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് ചെക്ക് ചെയ്യുക. ഡ്രസ്സ്, പാൻസ് കാര്യങ്ങളൊക്കെ, പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്താണ് മുതലാളി പറയാനുള്ളത്? അത് തന്നെ അതെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെർഫ്യൂമിന്റെ സെക്ഷൻ കാണാൻ പറ്റും. പെർഫ്യൂമിന്റെ എങ്ങനെയാണ് കാര്യങ്ങൾ, ഇവിടുത്തെ എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രൈസിന്റെ പെർഫ്യൂം അടിക്കാൻ താല്പര്യമുള്ളവര് നമ്മുടെ അടുത്ത് വരിക. നമ്മൾ അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകദേശം 200-ൽ കൂടുതൽ ബ്രാൻഡുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ലൈവായിട്ട് തന്നെ മിക്സ് ചെയ്ത് ബുക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ അതും കേട്ടല്ലോ.
നിങ്ങൾക്ക് ഈ കാണുന്ന ഷെൽഫില് കുറെ കാര്യങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വന്ന് പെർഫ്യൂം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് എടുക്കാം. 8 മണിക്കൂറിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെ കാര്യങ്ങൾ സെറ്റാക്കിയാക്കല്ലേ? ഓക്കെ എല്ലാവരും വരിക, പർച്ചേസ് ചെയ്യുക, അഫോർഡബിൾ പ്രൈസിൽ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അവരുടെ ബ്രാൻഡ് തന്നെയാണ്. വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് നല്ല രീതിക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ ഇപ്പുറത്ത് വേറെ കടയുണ്ട്, ബ്രാൻഡ് ഷോപ്പാണ്, വാച്ചിന്റെ ഉണ്ട്, ഷൂസിന്റെ സെക്ഷൻസ് ഉണ്ട്. ഷൂസ് ഒന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോ എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ്. അതെ. അപ്പോ ലൊക്കേഷൻ ആണ് ഷോപ്പ് വന്നിട്ട് മത്താർക്കദ്വീപിലെ അൽഫർത്താന്റെയും സീക്രട്ട് സലൂണിന്റെയും സെന്ററിൽ അൽജസീല ട്രെയിൻ. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഡ്രസ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പോ ഒന്ന് ചെക്ക് ചെയ്യുക, കുറെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ, നല്ല ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് കാണിക്കാനുള്ളത്. അപ്പോ കടയിൽ വരിക, ചെക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. ഓക്കെ, വോയിസ് ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു, ബിക്കോസ് ഞാൻ ഒറ്റ മൈക്കാണ് ഇപ്പൊ എടുത്തത്, സെക്കൻഡറി മൈക്ക് ഞാൻ എടുത്തില്ല. പുറത്തൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ചെറിയ ക്വാളിറ്റി വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, റോഡ് ക്രോസ് ചെയ്യുന്ന ഇത്ര പണിയാണ് ഇവിടെ, ശ്രദ്ധിച്ചില്ല എന്നാണെങ്കിൽ പണിയും കിട്ടും. അപ്പോ ഇതാണ് ലൊക്കേഷൻ. വരുവാണെന്നുണ്ടെങ്കിൽ വിളിക്കുക, മെസ്സേജ് ഇടുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഖത്തറിൽ നിങ്ങൾ എവിടെ ആണെങ്കിലും വന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ കുറെ ഷോപ്പുകളുണ്ട്, ഫുഡിന്റെ ആണെന്നുണ്ടെങ്കിലും ഉണ്ട്. ഫുഡിന്റെ ഒക്കെ കണ്ടമാനം ഇവിടെ ഷോപ്പുകൾ കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടുപിടിക്കുക. ഓക്കെ, ഞാൻ കുറച്ച് നേരത്തേക്ക് ഇവിടെ കാണത്തുള്ളൂ. മോസ്റ്റ്ലി വീക്കെൻഡ്സും കാര്യങ്ങളൊക്കെ ഞാനെങ്കിൽ വരും. വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഈവനിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ കാണും. അപ്പോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കാണാനുണ്ട്, കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം ഇപ്പൊ. അപ്പൊ അവര് എന്നെ കണ്ടിട്ട് ഹായ് പറഞ്ഞ. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് കാണിക്കാനുള്ളത്. അപ്പുറത്തെ സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈക്ക് ഫുഡ് സ്റ്റോൾസ്, അതേപോലെ കുറെ മുടി വെട്ടുന്ന കടകള്, അഫോർഡബിൾ ആയിട്ടുള്ള മുടി വെട്ടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ അതും കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തായാലും ഞാൻ ആ ഷോപ്പും കാണിച്ചു തരാം. അടിപൊളിയാണ്. ഓക്കെ, നമുക്ക് അന്നേരം ബാലൻസ് ഞാൻ എന്തെങ്കിലും. അപ്പോൾ ഗൈസ്, നമ്മൾ മെയിൻ ആയിട്ട് വന്ന ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഫോണിന്റെ വർക്കുകൾ, അതായത് ഫോണിൽ ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിയാക്കി തരും. ഫോൺ മാത്രമല്ലല്ലോ, എല്ലാം ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പും നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. ഇവിടെ അവർക്ക് വർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ക്യാമറ ഇരിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കി തരും. വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി തരും, അത് ഉറപ്പാണ്. എൻ്റെ സൈഡിൽ നിന്നുള്ള വാക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വന്ന് നോക്കാം. അതുപോലെ ഇവിടെ നിങ്ങൾക്കിപ്പം ഗെയിം കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ ഗെയിമിങ്ങിന്റെ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, ആക്സറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിമിങ്ങിന്റെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഫോണിന്റെ ഗെയിമും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് ഹാൻഡ് ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ വന്ന് നോക്കുക, സെറ്റാക്കുക. ഓക്കെ, പറഞ്ഞോ, ഇവിടെ എന്താണ് പരിപാടിയുള്ളത്? മെയിനായിട്ട് നമ്മള് ഖത്തറിലെ കമ്പനി ഫോർമേഷന്റെ മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാല് കമ്പനിക്ക് ആവശ്യമായ എല്ലാ PRO പാക്കേജ്, PRO വർക്ക്, സർവീസ് എല്ലാം ചെയ്യുന്നുണ്ട്. കൂടാതെ ടൈപ്പിംഗ്, ഗവൺമെന്റിന്റെ എല്ലാ സർവീസുകൾ. നിങ്ങൾ ഏതൊക്കെ ലാംഗ്വേജിലാണ് ചെയ്യുന്നത്? ഇംഗ്ലീഷ്, അറബിക് ആണ് ഓൾമോസ്റ്റ്. നമ്മളെ മലയാളം, മറ്റു നമ്മളെ ഇന്ത്യൻ ലാംഗ്വേജുകളുണ്ട്, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്കും ചെയ്തു തരും അല്ലേ? അറബിക്കും ചെയ്ത് ട്രാൻസ്ലേഷൻ മെയിൻ ആയിട്ട് സർവീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ CV മറ്റു എഡിറ്റിംഗ് എല്ലാ വർക്കുകളും ഇതിനൊക്കെ കൂടെ തന്നെ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇവരിപ്പോ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ നമ്പർ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും, കോണ്ടാക്ട് ചെയ്യാനും പറ്റും. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ QR കോഡ് വെച്ചിട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ അവിടെ നമ്പർ ഉണ്ട്, യുവർ ഫയൽ 2 എന്ന് പറഞ്ഞ ഈ നമ്പർ, ഈ വാട്സപ്പ് നമ്പർ ഉണ്ട്. പിന്നെ ഇതാണ് കടയുടെ പേര് കേട്ടോ. അപ്പൊ അവര് 2 ഷോപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഫോൺ ആക്സസറീസും
അതേപോലെ റൈറ്റിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ വരിക, വന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. ഖത്തറിൽ നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അപ്പോൾ see you guys in next video. Thank you. Bye.